ചെങ്ങൈമാരെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമല്ലേ, എൻ്റെ ഒരു സുഹൃത്ത് അങ്ങ് UK നിന്ന് അയച്ച ഒരു വീഡിയോ ക്ലിപ്പാണിത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ. ഈ ക്ലിപ്പ് നിങ്ങൾ ശരിക്കും നിങ്ങൾ കേൾക്കണം. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെയല്ല, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ, ഞാനും എൻ്റെ സുഹൃത്തും എന്ന് വെച്ചാൽ ഒരു റൂമിൽ ഒന്നിച്ചിട്ട് ഒരു പ്ലേറ്റിൽ വരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായ ഒരു സുഹൃത്താണ്. അത്രയ്ക്കും ഞങ്ങൾ അടുപ്പമാണ്. ഞാൻ മുസ്ലിമും അവന് ഹിന്ദുവും. പക്ഷേ ഞങ്ങൾ രണ്ടാളിൽ തമ്മിൽ ബന്ധത്തിൽ അങ്ങനത്തെ യാതൊരു ഇതുമില്ല. അവൻ ഹിന്ദു ആണെന്നോ ഞാൻ മുസ്ലിം ആണെന്നോ എന്നോ ഒരു രീതി ഞങ്ങളെ രണ്ടാൾ തമ്മിൽ ഇല്ല. അങ്ങനെ ഞങ്ങൾ കഴിയുന്ന രണ്ട് വ്യക്തികളായിരുന്നു, രണ്ട് സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഞങ്ങളിടയിൽ പല ദിവസങ്ങളും ചില ചർച്ചകൾ നടക്കാറുണ്ട്. സ്നേഹത്തോടു കൂടിയുള്ള ചർച്ചയാണ്, അല്ലാണ്ട് ഒരാളെ കുറ്റപ്പെടുത്തുന്നതോ ഒരാളെ ഇതൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ചില വാക്കുകൾ. അപ്പം അവൻ്റെ ഒരു സംശയമുണ്ടായിരുന്നു. അവൻ എപ്പം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് മറുപടി പറയും. എന്താണെന്ന് വെച്ചാൽ, ബിംബം ആരാധന ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആരാധിക്കുന്നുണ്ട് മക്കയിൽ പോയിട്ട്. അതൊരു ആ കഅബയെ നിങ്ങൾ ആരാധിക്കുന്ന അത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളായിട്ട് ചർച്ചകൾ നടത്താറുണ്ട്. ഞാൻ അതിനുള്ള എനിക്ക് പറ്റുന്ന മറുപടി ഞാൻ അവനക്ക് കൊടുക്കലുണ്ട്, അവനത് സ്വീകരിക്കലുണ്ട്. ഇന്ന് എനിക്ക് ആ വോയിസ് ഇട്ടെന്നിട്ട് എന്നോട് പറഞ്ഞത് അറിയോ, മൊയ്തു നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളിതാ ഇന്ന് എനിക്ക് കിട്ടി, പക്ഷെ സത്യമാണെന്ന് ഇപ്പം മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ബിംബം ആരാധിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ ബിംബ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പോയിട്ട്, പണ്ഡിതന്മാർ അതിനടുത്ത് പറയുന്നുണ്ട്, ചില ആളുകൾ പോയിട്ട് വലിയ വലിയ മുഖാമിൽ പോയിട്ട് കൈ ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇങ്ങനെ സുജൂദ് ചെയ്യുന്നതിൽ നമ്മൾ കാണുന്നുണ്ട്. മലയാളികളെല്ലാം പുറത്തെ ഇതാണ് കൂടുതലും ചെയ്യാറ്. ചില തെറ്റാണ്, അതൊന്നുമല്ല നമ്മളെ വിഷയം. നമ്മളെ വിഷയം എന്ത്, നിങ്ങൾ കേൾക്ക്. ആ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഈ ക്ലിപ്പ് തന്നെ വേറൊരു സുഹൃത്തിന് മറുപടി കൊടുത്തതാണ്. എന്നാണ് നമുക്ക് കേൾക്കാലോ ആ വാക്കുകൾ. ഞാൻ 6 വർഷം അബുദാബിയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന വലിയൊരു ഡൗട്ടാണ് ഈ ചെങ്ങായി ക്ലിയർ ആക്കി തന്നേട്ടാ. എനിക്ക് മൊത്തം മുസ്ലിം ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതൽ അവിടെ. എൻ്റെ വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഈ കാര്യങ്ങളൊക്കെ. ഈ ചെങ്ങായി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ. നിങ്ങളൊന്ന് കേട്ടോണ്ടിരിക്കാം. കഅബയെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇത് കഅബന്റെ ഒരു ഉൾഭാഗത്തുള്ള ഒരു ഫോട്ടോ ആണ്. ഇത് കണ്ടറിയത് കഅബന്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. 3 തൂണുകളുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അതിൽ യാതൊരു പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെന്താണ് അതിന്റെ പ്രത്യേകത, ലോക മുസ്ലിങ്ങളുടെ ഐക്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഡയറക്ഷൻ എന്നുള്ളതാണ് കഅബയുടെ പ്രത്യേകത. ലോകത്ത് എവിടെ ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിലും, ലോകത്ത് ഏത് രാജ്യത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ഫേസ് ചെയ്യുന്നത് കഅബയിലേക്കായിരിക്കും. ലോകത്ത് ആര് നമസ്കരിക്കുന്നുണ്ടല്ലോ, വീട്ടിലാവട്ടെ, ഇനി ഒരാൾ യാത്രയുടെ ഇടയിലാണെങ്കിൽ കാറിൽ തുടങ്ങിയിട്ടായാലും അവിടെ റോഡ് സൈഡിലായിരിക്കും നമസ്കരിക്കാം, എവിടെയും നമസ്കരിക്കുന്നത് ഈ കഅബ എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെ ആര് നമസ്കരിക്കുന്നുണ്ടാലും അവരൊക്കെ ഒരു ലൈനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ നേരെ കഅബയിലേക്ക് ഉണ്ടാവുക. ഖിബ്ല എന്ന് പറയാം ഡയറക്ഷൻ. ഇനി ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലാതെ ആളുകൾ നിന്ന് നമസ്കരിക്കുന്ന ഒരേ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുള്ളൂ, അത് ഈ കഅബയുടെ ചുറ്റുമാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും കഅബയെ ഫേസ് ചെയ്ത് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ ഒരു റൗണ്ട് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ബാക്കി ലോകത്ത് എല്ലായിടത്തും നമസ്കരിക്കുന്ന ഒരു ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈനിലാണ് എല്ലാവരും ആൾക്കാർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്, കഅബയുടെ അകത്ത് നമസ്കരിക്കാൻ പറ്റും. കഅബ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് പൊതുവെ തുറക്കാറ്. ഹജ്ജിന്റെ സമയത്തൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി തുറക്കാറുണ്ട്. ഇതിനകത്ത് നമസ്കരിക്കാൻ പറ്റും. കഅബയുടെ അകത്ത് ഏത് ഡയറക്ഷനിലും നമസ്കരിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഡയറക്ഷനുകളിൽ ആളുകൾ നമസ്കരിക്കുന്ന ഒരേ ഒരു സ്ഥലം അത് കഅബയുടെ ഉള്ളിലാണ്. കഅബയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി, കഅബ നിർമ്മിച്ചത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടിയിട്ടാണ്. ബൈബിൾ അവരുടെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാമിക് റിലിജിയൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രൊഫറ്റ് അബ്രഹാം നിർമ്മിച്ച പള്ളിയാണ് കഅബ എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ വിഗ്രഹങ്ങൾക്ക് സ്ഥാപിക്കപ്പെട്ടിരുന്നു. കാരണം ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മഹാന്മാരായിട്ടുള്ള ആളുകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം പിന്നീട്
വന്നിരുന്നു. പിന്നീട് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഈ വിഗ്രഹങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കഅബയെ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. കഅബന്റെ അകത്തുനിന്നല്ല, നിങ്ങൾ ലോകത്തിലെ ഏതൊരു മുസ്ലിം പള്ളിയിൽ പോയാലും നിങ്ങൾക്ക് യാതൊരു പ്രതിഷ്ഠയോ വിഗ്രഹങ്ങളോ കാണാൻ കഴിയില്ല. എങ്ങനെയായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവത്തെ നേരിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് എവിടെ നിന്നായാലും പള്ളികൾ എന്ന് പറയുന്നത് അത് ഒത്തുചേരാനുള്ള ഒരു സ്ഥലം മാത്രമാണ്. ലോകത്തിലെ മുഴുവൻ ആളുകളും ഒത്തുചേരുന്ന യൂണിറ്റിയുടെ ഒരു അടയാളം കൂടിയിട്ടാണ് കഅബ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടതുപോലെ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആളോ എന്ന അത്ഭുതത്തോടിട്ടൊരു ഫ്രണ്ട് കമന്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അതിനേക്കാൾ വിചിത്രമായിട്ട് നമ്മൾ കുറച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ടെന്നുള്ളത്. സംശയങ്ങൾ ചോദിക്കാനും നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മളിപ്പോൾ തയ്യാറാവാന്നുള്ളതാണ്. കണ്ടില്ലേ, ചില ആളുകൾ കഅബനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലാണ്, ആരാധിക്കുന്ന കഅബനെന്ന് അല്ല. ഇപ്പോൾ അതിൻ്റെ ശരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ സുഹൃത്ത് പറഞ്ഞു തരുന്നിട്ട് മനസ്സിലാക്കിയില്ല നിങ്ങൾ. കാരണം വെച്ചാൽ ഇസ്ലാമിൽ ബിംബാരാധന ഇല്ല. അപ്പോൾ ആരാധിക്കുന്നുള്ളത് കഅബനല്ല, അതൊരിതാണെന്ന് ആ സുഹൃത്ത് പറഞ്ഞത്. അത് കറക്റ്റല്ലേ? പക്ഷെ നമ്മൾ ഏതൊരു ആരാധനയും മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ആരാധിക്കുന്നത് നമ്മൾ അതിനെ നിഷേധിക്കാനും പാടില്ല, അവരെ ഇതാക്കാനും പാടില്ല. എല്ലാ മതസ്ഥരെയും ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനിക്കാനാണ്. ഒരു മതസ്ഥരും നമ്മളോട് കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ നമ്മളോട് പറഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയും മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റേ മതസ്ഥരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെന്ന്. ഒരിക്കലുമല്ല സുഹൃത്തെ. മുസ്ലിം ശരിക്കുമുള്ള മുസ്ലിം എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരാളെ ദ്രോഹിക്കാൻ, ഒരാളെ കുറ്റപ്പെടുത്താൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അയൽവാസി വരെ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ നമ്മളെയിൽപ്പെട്ടവനല്ല എന്ന് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ അയൽവാസി ഒരു മുസ്ലിം ആണോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അയൽവാസി ചിലപ്പോൾ ഹിന്ദുവായിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, ആരുമായിരിക്കാം. പക്ഷേ നമ്മൾ മുസ്ലിം നിറഞ്ഞിട്ട് ഇടുന്ന് വയറ് നിറച്ചിട്ട് കഴിച്ചാലും അതുവരെ തെറ്റെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം. ഇന്ന് ചില ആളുകൾ, ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ലണ്ടനിൽ നിന്നോ ഊക്കിവിട്ട ഒരാളുണ്ടല്ലോ, അവരെല്ലാം ഇത് കേൾക്കുന്നത്. പക്ഷെ ഇവർക്കൊന്നും മറുപടി കൊടുക്കാൻ പോയിക്കൂടാ. ഇസ്ലാമിൽ ശരിക്കും ഇസ്ലാമിനെ അറിയുന്നവർ ഇവർക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ല. അവരുടെ വയറ്റിപ്പിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ പല കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറയും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോയിക്കൂടാ. നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ട് എല്ലാവരും സ്നേഹിക്കാനാന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ ഇന്ന ജാതി ഇന്ന മതം ഒരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലേ സുഹൃത്തുക്കളെ?